ബിഗ് ബോസ് തമിഴ് സീസൺ 8 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പം 45-ാമത്തെ ദിവസം എപ്പിസോഡ് നമ്പർ 46 ഒരു ഷോർട്ട് റിവ്യൂ ആണ്. അപ്പം യൂഷ്വലി ഈ ഒരു വീക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജാ റാണി ടാസ്ക് ആണ്. രാജാ റാണി ടാസ്ക് എന്ന് പറയുമ്പം പല സീസണുകളിലും വന്നിട്ടുണ്ട്. പല സീസണുകളിലും മികച്ച രീതിയിലും പല സീസണുകളിലും മികച്ച പെർഫോമൻസുകളും അതുപോലെ തന്നെ പല കോൺട്രാവേഴ്സികളും പല പ്രശ്നങ്ങളും പല ലാംഗ്വേജുകളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സീസൺ 8 തമിഴിനകത്ത് പക്ക ബോറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് തന്നെ നമ്മുടെ ക്യാരക്ടർ ഓരോ റോൾസിനെ തിരഞ്ഞെടുത്തതിൽ തന്നെ പല പ്രശ്നങ്ങൾ ബിഗ് ബോസിന് തന്നെ പറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആദ്യ ദിവസം എന്നോണം എന്താ പറയുന്നത്, ഒരു ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക്കാണ്. ചില മികച്ച രീതിയിലെന്ന് പറയാവുന്ന കുറച്ച് സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബോറായിട്ടുള്ള തീരുമാനങ്ങളും അല്ലെങ്കിൽ പക്ക ബോറായിട്ടുള്ള പെർഫോമൻസുകളും തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ നോമിനേഷൻ ഫ്രീ പാസിൻ്റെ 2ാമത്തെ ടാസ്കും നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ എന്തായി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം ഇന്നലത്തെ ദിവസത്തെ ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ബോയ്സ് 2ാമത്തെ ടാസ്കിലും വിജയിച്ചിരിക്കുകയാണ്. അതായത് വേൾഡ് മാപ്പിൽ ഓരോ സ്ഥലങ്ങളും എവിടെ ആണെന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുക എന്നത് ഒരു ടാസ്ക്കായിരുന്നു. അതിൽ 20 പ്ലേസുകളിൽ 17 എണ്ണവും ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ബോയ്സ് തന്നെയാണ് 2ാമത്തെ ടാസ്കും വിജയിച്ചത്. അങ്ങനെ 3 ടാസ്കുകളിൽ 2 ടാസ്കും വിജയിച്ച് ബോയ്സിന് തന്നെയാണ് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടുകയും ബോയ്സ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ശിവകുമാറിനെ സേവ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ശിവകുമാർ ഒരു ഡേഞ്ചറസ് സോണിൽ തന്നെയായിരുന്നു ഈ ഒരാഴ്ച നോമിനേഷനിലുള്ളവരിൽ വെച്ച്. ബോയ്സിൻ്റെ സൈഡിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധ്യത ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വർഷിനി, മഞ്ജരി, സാച്ചന ഇവരൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ശിവകുമാറും ഒരു ഡബിൾ വിഷൻ വന്നു കഴിഞ്ഞാൽ പോകാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അതൊരു കറക്റ്റായിട്ടുള്ള ആക്ച്വലി അത് പോയിരുന്നെങ്കിൽ നന്നായേനെ. കാരണം ഈ ഒരു സീസണിൽ മികച്ചത് എന്ന് പറയാൻ ശിവകുമാറിൻ്റെ സൈഡിൽ ഒന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് മാനിപ്പുലേഷനും അത് ബോയ്സിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നിന്ന് ഒരു എന്താ പറയുന്ന കാല് വരുന്ന ഒരു പരിപാടിയാണ് ശിവകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യമുള്ള കണ്ടസ്റ്റൻ്റ് അല്ല. പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. ബട്ട് ബോയ്സിൻ്റെ സ്ട്രെങ്തിനെ വെച്ച് നോക്കുമ്പോൾ അവർ കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ശിവകുമാറിനെ സേവ് ചെയ്തത് കൊണ്ട് ഡബിൾ വിഷൻ ആണെങ്കിലും സിംഗിൾ വിഷൻ ആണെന്നുണ്ടെങ്കിലും ഗേൾസിൻ്റെ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും ഒരാൾ പുറത്തേക്ക് പോകുന്നത്. അതാരൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ഇന്നലത്തെ ഒരു എപ്പിസോഡിൽ ബാക്കി ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു രാജാ റാണി ടാസ്കിലേക്ക് വന്നു കഴിയുമ്പോൾ തുടക്കം തന്നെ നമ്മുടെ രാജാവായിട്ട് റാണവും അതുപോലെ തന്നെ റാണിയായിട്ട് സാച്ചനയുമാണ്. രണ്ടുപേരുടെ തിരഞ്ഞെടുത്തതിൽ തന്നെ ബിഗ് ബോസിന് വൻ പാളിച്ച പറ്റിയിട്ടുണ്ട്. കാരണം പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാനോ നല്ലൊരു കമാൻഡിങ് പവറോ ഇല്ലാത്ത ഒരു 2 പേരാണ്. വെറുതെ വായിൽപ്പഴവും തിരിങ്ങിയിരിക്കുന്ന 2 പേരെ പോലെയാണ് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ അതിനകത്ത് പ്ലേ നടത്തി ബാക്കിയുള്ളവരുടെ ഗെയിമിലാണ് ഈ ഒരു ടാസ്ക് തന്നെ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതിനുള്ളിൽ സ്പൈ ആയിട്ട് പലരെയും നമ്മുടെ ജാക്വലിൻ ആണെന്നുണ്ടെങ്കിലും ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് ശിവകുമാർ ആണെന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മറ്റു പലരും ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മോക്കിംഗ് നടത്തുന്നതിലല്ലാതെ പരസ്പരം കളിയാക്കി മുന്നോട്ട് പോകുന്നതല്ലാതെ ഈ ഒരു ടാസ്ക് മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് അവരുടേതായ തന്ത്രങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു ടാസ്ക് വിജയിക്കാൻ അവർ നോക്കുന്നില്ല. എന്നാൽ പോലും ഇന്നലത്തെ 2 ഒരു ലെവൽ ടാസ്കുകളിലും വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ ഒരു രാജാ റാണി ടാസ്കിലെ ആ ഒരു മെയിൻ സിംഹാസനത്തിലേക്ക് എത്തുന്നതിൽ 2 പടികളും 5 പടികളുള്ളതിൽ 2 പടികൾ അല്ലെങ്കിൽ 2 ടാസ്കുകൾ ബിഗ് ബോസ് കൊടുത്തത് 2 ടാസ്കുകളിലും വിജയിച്ച് നമ്മുടെ ബോയ്സ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇന്നത്തെ ഒരു ദിവസം ഒരു ടാസ്കുകൾ കൂടി ബോയ്സിന് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 5 പടികളിൽ 3 പടികളും ജയിച്ച് ബോയ്സ് തന്നെയായിരിക്കും ആ ഒരു സിംഹാസനത്തിൽ എത്താൻ പോകുന്നത്. അതല്ല ഗേൾസ് ആണെന്നുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഓരോ ടാസ്കുകളിലൂടെ റിസൾട്ടും കൂടി നോക്കേണ്ടതായിട്ട് വരും. ബട്ട് മൊത്തത്തിൽ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഇടയിൽ കുറച്ച് നല്ല കുറച്ച് ഗെയിംസുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ടാസ്കുകളിലെ പെർഫോമൻസുകൾ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോറാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മികച്ചൊരു പെർഫോമൻസോ കാര്യങ്ങളോ ആരുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നില്ല. ഇടയിൽ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ ചെറിയ ഓരോ പെർഫോമൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്നത് പോലെ ഗേൾസ് ടീമിൻ്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ബോയ്സ് ടീമിൻ്റെ ഒരു ഹൗസിനുള്ളിലേക്ക് എല്ലാവരും കൂടെ അവർ പുറത്തിരുന്ന സമയത്ത് ടാസ്ക് കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്തും പുറത്തേക്ക് വന്ന് ഇവർക്കുള്ളിൽ കയറി ഇവർ എടുത്തു വെച്ചിരുന്ന ചെങ്കോലും അതുപോലെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് തിരികെ ഇവരുടെ അടുത്ത് പോകുന്നു. അത് കണ്ടുവന്ന് റാണവ് അത് തിരികെ അവരുടെ റൂമിൽ പോയി എടുക്കാൻ പോകുന്നു. എന്നിട്ട് പരസ്പരം ഒരു ധാരണയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നു. അപ്പം റാണവ് തന്നെ അവർ എഫക്റ്റ് ചെയ്ത് സാധനം കൈക്കലാക്കി എന്നതിന് ഒരു വാല്യൂം കൊടുക്കാതെ തിരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു തീരുമാനം കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. മറ്റ് ബോയ്സിന് ആർക്കും ഇത് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങോട്ട് ലൈൻ ക്രോസ് ചെയ്തു വന്ന് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം റൂൾസ് തെറ്റിച്ചതിന് ബോയ്സും പല
പല കാര്യങ്ങളും പറയുകയും ക്യാപ്റ്റനായ മഞ്ജരിയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബയാസ്ഡ് ആയിട്ടാണ്, ഗേൾസിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ക്യാപ്റ്റനായി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ദിവസം തന്നെ ക്യാപ്റ്റൻ്റെ സ്ഥാനം തെറിക്കേണ്ടതായിരുന്നു, ആ 3 ബാഡ്ജുകളും എടുക്കേണ്ടതായിരുന്നു. എന്നാൽ ബോയ്സ് എല്ലാവരും കൂടെ ചേർന്നൊരു അവസരം കൊടുത്തിട്ടും ഗേൾസിന് വേണ്ടി മാത്രമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും, ഗേൾസിന് വേണ്ടി മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ്റെ മേൽനോട്ടത്തിൽ ക്യാപ്റ്റൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും, ക്യാപ്റ്റൻ സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് അവർ രണ്ടുപേരും സാച്ചനയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പവിത്രയാണെന്നുണ്ടെങ്കിൽ ബോയ്സിൻ്റെ ഹൗസിനുള്ളിൽ പോയി ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടക്കും. അതൊക്കെ ഈ ഒരു സമയത്ത് എല്ലാത്തിനും കൂട്ടുനിന്നതിന് ശേഷം ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കാതെ അവരുടെ കൂടെയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നിന്ന് ബയസ്ഡ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പെർഫോമൻസ്, ക്യാപ്റ്റനായിട്ട് ഒരു വേസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ മഞ്ജരിയാണെന്നുണ്ടെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സാച്ചന, പവിത്ര, ഇവരൊക്കെ ഈ ഒരു അതുവരെയും സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ റൂൾ ബ്രേക്ക് ചെയ്യുന്നതിൽ അവർക്കൊന്നും ഒരു മടിയുമില്ലാതെയാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ബോയ്സിന് നേരെ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും റൂൾ ബ്രേക്ക് ചെയ്യുന്നതിലൊന്നും ഇവർക്കൊരു പ്രശ്നങ്ങളുമില്ല. രാവിലെ ആണെന്നുണ്ടെങ്കിലും അരുണാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഇതും പ്രശ്നം, അരുണ് അതുപോലെ തന്നെ നമ്മുടെ റാണ ഇവർക്കെതിരെ ക്യാപ്റ്റനായിട്ടുള്ള മഞ്ജരി ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുകയുണ്ടായിരുന്നു, റൂൾ ബ്രേക്ക് ചെയ്തു, അതാണ് ഇതാണ്. പക്ഷേ ഇവർക്ക് എന്തുമാകാം, ഗേൾസിൻ്റെ സൈഡിൽ ഇവർക്ക് എന്തുമാകാം, മറ്റുള്ളവരൊന്നും ചെയ്യാൻ പാടില്ല. മൊത്തത്തിൽ ആ ഒരു ടാസ്കിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗേൾസ് എന്ന് തന്നെ പറയാം. പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനോ എക്സിക്യൂഷനോ ഒന്നുമില്ലാതെ വെറുതെ വോയിസ് ചെയ്യുന്നതിനെതിരായിട്ട് കുറച്ച് സംസാരങ്ങൾ സംസാരിക്കുന്നു, കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കുറേ സംസാരങ്ങളും കറന്ന് ആ ഒച്ചയലപ്പവും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതിനപ്പുറം അവരുടേതായിട്ടുള്ള ഒരു ഗെയിമുകളോ പ്ലാനുകളോ കാര്യങ്ങളോ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അടുത്തത് നമ്മുടെ സാച്ചനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ടാസ്കിനിടയിലാണെങ്കിലും ടാസ്ക് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ആഴ്ചത്തെ അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാച്ചനയ്ക്ക് തന്നെയാണ് വോട്ട് കുറവും വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ ആനന്ദിക്ക് വന്നിട്ടുണ്ട്. അപ്പം കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനങ്ങളോ എടുക്കാത്തത് കൊണ്ട് തന്നെ കണ്ടിരിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഇവരുടെയൊക്കെ പെർഫോമൻസുകളും കാര്യങ്ങളും പോകുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള മഞ്ജരി, ബാക്കിയുള്ളവരൊക്കെ ഇതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാജാറാണി ടാസ്ക് എന്ന് പറയുന്നത് അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ മൊത്തത്തിലൊരു അലമ്പാണ്. എന്നാൽ പോലും ഒരു 40% നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആകുന്ന രീതിയിലൊക്കെ പലരും ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലമ്പായിട്ടാണ് ഇന്നലത്തെ ആ ഒരു ആദ്യ ദിവസത്തെ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷവും അതിനിടയിലും പല റൂൾസുകൾ തെറ്റിക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഗേൾസിൻ്റെ സൈഡിൽ നിന്നാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്കിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം ബിഗ് ബോസ് എന്ത് ഒരു ടാസ്ക് ആയിരിക്കും കൊണ്ടുവരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇന്നത്തെ ദിവസത്തിൽ വിജയിക്കാൻ പോകുന്നത്, ബോയ്സ് തന്നെ ആയിരിക്കുമോ ആ ഒരു മെയിൻ സിംഹാസനത്തിലേക്ക് വരാൻ പോകുന്നത്. കാരണം ഒരു ടാസ്ക് കൂടെ വിജയിച്ചാൽ മതി. അപ്പം അത് ഇന്നത്തെ ഒരു ദിവസത്തെ ടാസ്കിനെ അടിസ്ഥാനമാക്കിയിരിക്കും ആരാകും വരുന്നത് എന്നതിനെ പറ്റി. എന്തായാലും ബോയ്സ് പറ്റുന്നത് പോലെ മികച്ച രീതിയിൽ നോക്കുന്നുണ്ട്. ഗേൾസിൻ്റെ ടീമിൽ ഈ പറയുന്ന പോലെ അവർ തമ്മിലുള്ള കൂട്ടത്തിലും അടിയും ബഹളവും, അതിൻ്റെ പേരിൽ ബോയ്സുമായിട്ട് ചില കശപിശകളും ടാസ്ക് കൊടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ചിട്ടൊക്കെയാണ് ടാസ്കുകൾ പലതും കൊടുക്കുന്നതും, അതിൻ്റെ പേരിൽ അതിൻ്റെ ജസ്റ്റിഫിക്കേഷനും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ഷോയുടെ ബ്യൂട്ടി തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും അതിന് പ്രോപ്പറായിട്ട് പറ്റുന്നവരെ അവരുടെ റോളുകളിലേക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർക്ക് റോളുകൾ കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ബിഗ് ബോസിൻ്റെ സെലക്ഷൻ തന്നെ മൊത്തത്തിൽ പാളിപ്പോയിട്ടുണ്ട് ഈ ഒരു ടാസ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മോശമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കമാൻഡിങ് പവറൊക്കെ ഉള്ള ആൾക്കാരെ അതിൻ്റേതായ പൊസിഷനുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടാസ്ക് തന്നെ വേറെ ലെവലിലായി പോകും. ബട്ട് ബിഗ് ബോസിനും അതിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല, നടന്നു. ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. മൊത്തത്തിൽ ടാസ്ക് അലമ്പായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.